ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് സാമ്പത്തികവും വാണിജ്യപരവുമായ കാര്യങ്ങൾ പരിഗണിച്ചാണെന്നും ഇംഗ്ലീഷ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. അധിക തീരുവയെ തുടർന്ന് ഇന്ത്യ US സംഘർഷം തുടരുന്നതിനിടെയാണ് പ്രതികരണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. പല കോണുകളിൽ നിന്നും അമേരിക്കയിൽ നിന്ന് വിമർശനം വരുന്നുണ്ട് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ അത് തുടരുമെന്ന് തന്നെയാണല്ലോ ധനമന്ത്രിയുടെ പ്രസ്താവന. ഒപ്പം തന്നെ ഒരു വശത്ത് GST പരിഷ്കാരം കൊണ്ട് അധിക തീരുവയെ മറികടക്കാമെന്ന് പറയുന്നു. മറ്റൊരു വശത്ത് കയറ്റുമതിക്കാർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു ആശ്വാസ പാക്കേജിനും കേന്ദ്രം ചിന്തിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഈ US തീരുവയുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും തുടരും എന്ന് തന്നെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താവാണ് ഇന്ത്യ. രാജ്യത്തിന് ആവശ്യമായ എണ്ണയുടെ 88% ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് സാമ്പത്തികവും വാണിജ്യപരവുമായ പരിഗണനകൾ അടിസ്ഥാനമാക്കിയാണ് എന്നാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്. എണ്ണ വാങ്ങിയതിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യക്ക് കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയായിരിക്കും ഇന്ത്യ എണ്ണ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതിൽ നിന്ന് വാങ്ങണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ 50% തീരുവയുടെ ആഘാതം വലിയൊരു പരിധിവരെ പുതിയ GST പരിഷ്കരണത്തിലൂടെ കുറയ്ക്കാനാകും എന്ന പ്രതീക്ഷയും ധനമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ താരിഫ് ബാധിച്ച കയറ്റുമതി മേഖലകൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞതായും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലകൾക്ക് പ്രത്യേക പാക്കേജ്, ഒപ്പം തന്നെ പുതിയ കയറ്റുമതി സാധ്യതകൾ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എന്നിവയാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക രൂപരേഖ തയ്യാറായിട്ടുണ്ടെന്നും അടുത്ത കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഇതിന് അംഗീകാരം നൽകും എന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ താരിഫ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സെപ്റ്റംബർ 8 ബ്രിക്സ് ഒരു വെർച്വൽ യോഗം ചേരുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് ധനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം.